സാഹിത്യരചനകളുണ്ട് ഗ്രാമങ്ങളെ കുറിച്ചുള്ളത്. ഇപ്പം നമ്മുടെ ഇന്ന് ഗ്രാമത്തിലൊക്കെ കോൺക്രീറ്റ് വീടുകളുമായി അല്ലെ, പഴയ ഗ്രാമീണതയുടെ വിശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ മനുഷ്യൻ ജീവിക്കാനുള്ള. അതുപോലെ തന്നെ പാട്ട് പാടും അല്ലേ, പാട്ടൊക്കെ നമ്മളിപ്പോൾ കേട്ട് ഇപ്പോൾ ചൂളടിച്ചാലും കേട്ട് അല്ല, നാടകത്തിലൊക്കെ അഭിനയിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് പറയാമോ? നാടകത്തിൽ പഴയ പറവൂർ ജോർജിൻ്റെ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വിശുദ്ധിയൊക്കെ പറവൂർ ജോർജ് വിശുദ്ധി, അതിൽ ഒരു ഒരു നാടകം ഉണ്ടായിരുന്നു, ഒഴുക്കിനെതിരെ എന്ന് പറഞ്ഞ നാടകം. അതിലൊരു കഥാപാത്രം ഞാൻ ചെയ്തിരുന്നു. അതാണ് മെയിൻ. നാട്ടിലൊക്കെ ഇരുന്നത്? ആ, നാട്ടിൽ വെച്ച്. ഇല്ല, എൻ്റെ സ്വന്തം നാട്ടിൽ. ട്രൂപ്പല്ല, അത് കൊല്ലത്തിലൊരിക്കലും നാടകം ഉണ്ടാവും. കളിക്കാൻ പേടിയായിരുന്നു? പേടിയില്ല, അത് ചെയ്യാറില്ല. നാട്ടിൽ തന്നെ? നാട്ടിൽ തന്നെ. ഇതെല്ലാം നാട്ടിൽ കൂടെ തന്നെ കവറപ്പ് ചെയ്താണ് കാര്യങ്ങൾ. പുറത്തോട്ട് പോകാൻ സമ്മതിച്ചില്ല നാട്ടുകാർ? നാട്ടുകാർ സമ്മതിക്കാനില്ല, നമ്മുടെ സാഹചര്യം സമ്മതിക്കില്ല. കാരണം നമ്മളിതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി പോവുമെന്ന് ചിലപ്പോൾ വീട്ടുകാർക്കും ഭയം കാണും. കാരണം ജീവിക്കണ്ടേ എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുമ്പോൾ അവർ പറയും ഇതൊന്നും പോരാ, ജോലി ചെയ്ത് തന്നെ ജീവിക്കണം, എന്നാലും ഒരു പെർമനൻ്റ് ഇൻകം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഇതിൽ അന്നത്തെ കാഴ്ചപ്പാട്. ഇന്നത്തെ അല്ല, വളരെ 10-40 കൊല്ലം മുന്നുള്ള കാഴ്ചപ്പാടാണ്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പല മേഖലകളുണ്ട്, രക്ഷപ്പെടാനുള്ള മേഖലകളുണ്ടായിരുന്നു. പക്ഷെ അന്നതല്ല, ജോലി മസ്റ്റായിരുന്നു. ജീവിക്കാൻ ജോലി വേണ്ടിയിരുന്നു. എത്ര നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ നാടകത്തിൽ 2 നാടകത്തിൽ അഭിനയിച്ചു. ഏതൊക്കെ കഥാപാത്രങ്ങളായിരുന്നു? 2 ആൺവേഷം തന്നെയായിരുന്നു. അല്ല, കഥാപാത്രങ്ങൾ എന്തൊക്കെ, ആരായിരുന്നു? അത് ഒന്ന് ഒരു മധ്യവയസ്കൻ്റെ റോളായിരുന്നു. ഒഴുക്കിനെതിരെ നാടകത്തിൽ രാജൻ എന്ന കഥാപാത്രം. അതിൻ്റെ എന്തെങ്കിലും ഡയലോഗുകളൊക്കെ ഓർമ്മയുണ്ട്? ഡയലോഗൊന്നും ഓർമ്മയില്ല. ഒന്നും ഓർമ്മയില്ല. പിന്നീട് നാടകം? പിന്നെ വേറൊരു നാടകം ഞങ്ങൾ എസ്റ്റേറ്റിലൊക്കെ ഉള്ളപ്പോൾ നാടകങ്ങൾ അഭിനയിക്കുന്നുണ്ട്, അതിലുണ്ടായിരുന്നു നാടകം. അതും ഇതേമാതിരി ചെറിയ ചെറിയ റോളുകൾ. അങ്ങനെ സീരിയൽ, സിനിമ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടില്ല? ഇല്ല, അതുവരെ ബന്ധപ്പെട്ടില്ല. എന്ത് പറ്റി? അതൊന്നുമില്ല. അതായത് ഒന്നാമത് ജോലി എന്ന് പറഞ്ഞ ഇത്, ജോലിയിൽ നിന്ന് ഇപ്പോഴാണ് വിശ്രമ ജീവിതം തുടങ്ങിയത്. മാർച്ചിൽ റിട്ടയർ ചെയ്തു. അപ്പോൾ മാർച്ച് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ 1-2 മാസം ജസ്റ്റ് ഗ്യാപ്പ് ഉണ്ടായി. പിന്നെ ഇപ്പോൾ വീണ്ടും ജോലിക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ജോലിക്ക് വന്നപ്പോൾ എറണാകുളം എന്ന സിറ്റിയിൽ വന്നപ്പോൾ എൻ്റെ ആലോചനകൾ കുറേശ്ശെ നീങ്ങാമെന്ന് വെച്ചു. ഇങ്ങനെ പ്രോഗ്രാം ഇവിടെ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോഗ്രാമിൽ പെടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൂവ് ചെയ്തതാണ്. പൊതുവേദികളിലൊക്കെ ഇന്ന് തന്നെ എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നിങ്ങനെ യാത്ര ചെയ്യല്ലേ. പൊതുവേദികളിലൊക്കെ പാട്ടുമായിട്ട് പോകുമ്പോൾ പൈസ കിട്ടാറുണ്ടോ? ഇല്ല, ഇന്ന് വരെ ഒറ്റ ദിനം ഞാൻ മേടിച്ചിട്ടില്ല, പൈസ മേടിച്ചിട്ടില്ല. ഇനി മേടിക്കില്ല? ഇല്ല, മേടിക്കില്ല. എന്നാലും മേടിക്കില്ല? ഇല്ല. എന്താണ് അങ്ങനെ? കാരണം തരണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനെങ്കിലും അത് ഡൊനേഷൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെന്ന് വെച്ച് കലയിൽ നിന്നിട്ടുള്ള വരുമാനം ആക്ഷേപമായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അത് വേറെ ആൾക്കാർക്ക് ഉപകരിക്കുക എന്ന് വിചാരിച്ചാൽ അതാണല്ലോ ഏറ്റവും നല്ലത്. ഒരുപാട് പൈസ ഇപ്പം നമ്മൾ ഒരുപാട് പൈസ ഉണ്ടായിട്ടല്ല. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഇത് കിട്ടി കഴിഞ്ഞാൽ അത് വേറെ ഇത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് വേറെ ആൾക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതാണല്ലോ ഏറ്റവും നല്ലത്. നമ്മളത് കിട്ടിയാൽ നമ്മളപ്പം തന്നെ അത് അടിച്ചു പൊളിച്ച് അത് കഴിഞ്ഞെങ്കിൽ നമുക്കതിന് ഗുണം കിട്ടില്ലല്ലോ. ഓക്കെ, ഫാമിലിയെ കുറിച്ചൊന്നും പറയാമോ? ഫാമിലി, വൈഫ്, ഹൗസ് വൈഫ്, പിന്നെ മക്കൾ, ഒരു മോള്, അവൾ പൂനെയിൽ, പിന്നെ 2 ആൺകുട്ടികൾ. ഒരാൾ എറണാകുളം വർക്ക് ചെയ്യുന്നു, ഒരാൾ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വീട്ടിൽ തനിച്ചപ്പോൾ എൻ്റെയും വൈഫിൻ്റെയും അമ്മമാരുണ്ട്. അത് ശരി, 2 പേരുണ്ട് അല്ലേ? അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണോ പാട്ട്, ചൂളടിച്ച് പാടുന്നത്? അമ്മ ഇഷ്ടക്കേടും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും മനസ്സിലുണ്ടാവും, ഇങ്ങനെ അടിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ ജോലി ഇല്ലാണ്ട് ഇങ്ങനെ നടക്കേണ്ട ഒരു ഗതികേട് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഇത് ഇപ്പോഴത്തെ കാലാവസ്ഥയല്ല ഞാൻ പറഞ്ഞു, പണ്ടത്തെ കാലാവസ്ഥയല്ല. ഇപ്പോൾ ഒന്നും പറയണില്ല. കേൾക്കാറുണ്ടോ അമ്മ? കേൾക്കും, പക്ഷേ ഞാൻ അത്രയും കൂടെ ആൾക്ക് ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കാൻ വേണ്ടി പറയാറില്ല. പക്ഷേ ഒന്നാമത് ഇപ്പോൾ കുറേശ്ശെ അമ്മയ്ക്ക് ചെവിട് കേൾക്കായി തുടങ്ങിയിട്ടുണ്ട്. 92 വയസ്സായി. നമ്മുടെ ഭാഗ്യം. ഇപ്പോൾ 92 വയസ്സായി. അപ്പോൾ സംഗീതവുമായിട്ട് ബന്ധമുണ്ട്, ശബ്ദം കൊണ്ട് പാട്ട് പാടുന്നു, സാഹിത്യരചനയുണ്ട്, നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, മലയാളം, ഹിന്ദി, അങ്ങനെ ഒത്തിരി ഭാഷകളിലുള്ള ഗാനവും കേട്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇത്തരം സർവ്വതും തികഞ്ഞൊരു കലാകാരന് ഈ സഫലം ഈ യാത്ര എന്ന പ്രോഗ്രാമിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങളും സന്തോഷവാനാണ്. ഇത് കാണുന്ന പ്രേക്ഷകരും ഇഷ്ടപ്പെടും. അവസാനമായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ചൂളയടിച്ചു എന്ന് പാടാവോ? ശരി, ഞാൻ പാടാം.
സംഗീതം ദൈവികമായ ഒരു കലയാണ്. അത് ആസ്വദിക്കാത്ത, അത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല ഈ ഭൂമിയിൽ. സംഗീതം ദൈവികമായ ഒരു കലയാണെങ്കിൽ സംഗീത ആസ്വാദനം ദൈവികമായ ഒരു വരദാനം കൂടിയാണ്. നല്ലൊരു മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ നല്ലൊരു ഗാനം ആസ്വദിക്കാനും നല്ലൊരു മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ നല്ലൊരു ഗാനം ആലപിക്കാനും കഴിയുമെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഗീത പരിപാടിയാണ്. ഒത്തിരി സുഷിരവാദ്യങ്ങൾ, തന്ത്രിവാദ്യങ്ങൾ, ഒത്തിരി വാദ്യങ്ങളിലൂടെ നാം സംഗീതം ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് യാതൊരുവിധ ഇൻസ്ട്രുമെൻസിന് സഹായമില്ലാതെ കണ്ടനാളങ്ങൾ കൊണ്ടൊരു സംഗീതം ഒരുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറൈറ്റി ആയിട്ടുള്ള ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇദ്ദേഹം എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലൊരു പുതിയ അതിഥിയുമായി അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി വരുന്നതുവരെ തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.